കുവി ഇപ്പോൾ ഇവിടുത്തെ ആരാ? കുവി ശരിക്കും ഈ വീട്ടിലെ ഒരംഗമാണ്. കുവി കുവി ഇങ്ങ് വാ. കുവിക്കം സിറ്റ് ഷിക്കൻ. വെരി ഗുഡ്. അപ്പുറത്തെ ഗുഡ് ഗേൾ. മഴ വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ അവള് ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. മഴ ആ സമയം ചെവിയൊക്കെ താത്തി കണ്ണൊക്കെ ചെറുതാക്കി ഒരു പ്രത്യേക രീതിയിലായിരിക്കുന്നു. എൻ്റെ മോക്കും മറ്റേ ധനുഷ്കയ്ക്ക് ഏകദേശം ഒരേ പ്രായമാണ്. പിന്നെ അവളുമായിട്ട് കമ്പനിയായി. ഓരോ ദുരന്തകാലത്തും ഓരോ രക്ഷകരുണ്ടാവാറുണ്ട്. അത്തരത്തിൽ ഒരു ജനതയുടെ അതിജീവനത്തിലേക്കുള്ള വഴിയായ ഒരു നായയാണ്. പേര് കുവി. ഇടുക്കിയിലെ പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കുവിയുടെ കുടുംബത്തിലെ 25 പേരിൽ 23 പേരും മണ്ണിനടിയിലായപ്പോൾ കളിക്കൂട്ടുകാരിയുടെ മൃതദേഹം വീണ്ടെടുക്കാൻ വഴി കാട്ടിയത് കുവിയാണ്. സാറിന് കുവിയെ കിട്ടിയിട്ട് ഇപ്പം എത്ര നാളായി? കുവിയെ കിട്ടിയിട്ട് ഇപ്പം ഒരു 4 വർഷത്തോളം. 4 വർഷത്തോളം. എങ്ങനെയാണ് കുവിയെ കണ്ടെത്തുന്നത്? കുവിയെ കണ്ടെത്തുന്നത് ഒന്നാമത് ഞാൻ ഭയങ്കര നായ്ഭ്രാന്തനാണ്. അവിടെ റെസ്ക്യൂവിന് ചെന്നപ്പോഴത്തേക്ക് കുവിയുടെ കഥകൾ നേരത്തെ അറിയുന്നുണ്ടായിരുന്നു. റെസ്ക്യൂവിന് ചെന്നപ്പോഴത്തേക്ക് കുട്ടിയെ കണ്ടെത്തിയ കാര്യം അറിഞ്ഞു. അതിനുശേഷം തിരിച്ചു പോകാൻ നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഉരുൾപൊട്ടിപ്പോയി. എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകും. അപ്പോൾ ഞാൻ അവിടെ റെസ്ക്യൂ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരം അവളെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനായിട്ടൊരു ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് വേണ്ടി എടുക്കാനായിട്ട് ശ്രമിച്ച. പിന്നെ അവൾ പോലീസിലേക്ക് എടുത്തു. പിന്നെ അവർക്ക് ആ രക്ഷപ്പെട്ടു പോയ 2 പേർക്ക് വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തന്നെ എടുത്തു. കുവിയുടെ കുടുംബമൊക്കെ എങ്ങനെയാണ്? കുവിയുടെ കുടുംബത്തിൽ 25 പേരുണ്ടായിരുന്നതിൽ 23 പേര് മരിച്ചുപോയി. അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരു അമ്മമ്മയും പിന്നെ അവരുടെ ഒരു ചെറുമോനുണ്ടായിരുന്നു. ചെറുമോനല്ല, അവരുടെ ഇളയ മകൻ. 25 പേരിൽ അവശേഷിച്ചവർ 2 പേരും. കുവിയുടെ കുടുംബത്തിൽ അവശേഷിച്ചത്. അല്ലാതെ കുറേ പേരുണ്ട്. അവർ 2 പേരും മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മണ്ണിനടിയിലായ ഒരു കുട്ടിയെ കണ്ടെത്തിയതോടെയാണ് കുവി ശ്രദ്ധയിലേക്ക് വരുന്നത്. അതെ അതെ. അതെങ്ങനെയായിരുന്നു? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദുരന്ത സ്ഥലത്തും ഇതേപോലെ നായ്ക്കളെ അവരുടെ ബന്ധുക്കളെ തിരക്കി നടക്കുന്ന ഒരു സാഹചര്യം കാഴ്ചകളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ കുവിയും അവരുടെ ബന്ധുക്കളെയൊക്കെ തിരക്കി നടക്കുന്നുണ്ട്. അതേസമയം തന്നെ കുവിയുടെ കുവിക്ക് 1.5 വയസ്സ് പ്രായമാണ്. ഈ ധനുഷ്കയ്ക്കും ഏകദേശം 2 വയസ്സൊക്കെ ഉള്ളു. ഇവർ 2 പേരും ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മൃതദേഹം നമുക്ക് റെസ്ക്യൂവിനൊന്നും കണ്ടെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഇവള് കുറേ ദിവസം തിരഞ്ഞ് അതിൻ്റെ ബോഡി കണ്ടെത്തിയത്. കുവിയാണ് കണ്ടെത്തിയത്. കുവിയാണ് കണ്ടെത്തിയത്. അപ്പോൾ അതിന്റെ റിയാക്ഷൻ ഒക്കെ ഇപ്പൊ എങ്ങനെയായിരുന്നു? റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ദുരന്തത്തെ നേരിട്ട് പിന്നീട് ആ ദുരന്തത്തിന്റെ റിയാക്ഷൻ ഇപ്പോഴും അവള് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിക്കയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഈ മഴ വരുമ്പോഴത്തേക്ക് മഴ ഭയങ്കര പേടിയാണ് കുവിക്ക്. മഴ വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ അവള് ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. മഴ ആ സമയം ചെവിയൊക്കെ താത്തി കണ്ണൊക്കെ ചെറുതാക്കി ഒരു പ്രത്യേക രീതിയിലായിരിക്കുന്നു. ചെറിയ പേടി, അന്നത്തെ പേടി ഓർമ്മകളൊക്കെ ആയിരിക്കും. പിന്നെ ചെറിയ മഴയൊക്കെ ആണെങ്കിൽ പോയി നനഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു ഓർമ്മകളൊക്കെ ആകും. ചേർത്തല ആദ്യം വന്നപ്പോഴത്തേക്ക് കാരണം ആ ഒരു സ്ഥലം മാറി വന്നതിൻ്റെ കാരണം അവിടുത്തെ പശ്ചാത്തലവും അല്ലല്ലോ ഇവിടെ. ഇവിടെ വണ്ടികളും ബഹളങ്ങളും അതും ഇതും എല്ലാം ഉണ്ട്. അതുമായിട്ട് പൊരുത്തപ്പെടാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ മോക്കും മറ്റേ ധനുഷ്കയ്ക്ക് ഏകദേശം ഒരേ പ്രായമാണ്. പിന്നെ അവളുമായിട്ട് കമ്പനിയായി. പിന്നെ എല്ലാവരുമായിട്ടും ഇപ്പം ഈ വീട്ടിലെ ഒരു അംഗം തന്നെ. എല്ലാവരുമായിട്ടും ഞാനില്ലെങ്കിൽ ഫുൾ ടൈം അച്ഛൻ്റെ കൂടെ തന്നെ. അച്ഛനെ ഭയങ്കര കാര്യമാണ്. കുവി ഇപ്പോൾ ഇവിടുത്തെ ആരാ? കുവി ശരിക്കും ഈ വീട്ടിലെ ഒരംഗമാണ്. കുവി കുവി ഇങ്ങ് വാ. കുവി വീട്ടിലെ ഒരംഗമാണ്. കുവി ഞാനില്ലെങ്കിൽ ഫുൾ ടൈം അച്ഛൻ്റെ കൂടാണ്. അച്ഛൻ്റെ മുറിയിലാണ്. അച്ഛൻ പോകുന്നിടത്ത് പോവുക, തിരിച്ചു വരിക. ഞാനുണ്ടെങ്കിൽ എൻ്റെ അവിടെ ഒരു പറമ്പുണ്ട്. അവിടെ വണ്ടിയിൽ പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ പോവും. പിന്നെ അവിടെ കറങ്ങി അടിച്ച് നടക്കും. എന്നിട്ട് തിരിച്ചു വരും. പിന്നെ മോളുമായിട്ട് ഭയങ്കര സ്നേഹമാണ്. മോള് പോകുന്നിടത്തൊക്കെ അവളും കൂടെ നടക്കും. മോളിരിക്കുന്നിടത്ത് കൂടി ഇരിക്കും. എല്ലാവരുമായിട്ടും ഭയങ്കര സ്നേഹം തന്നെയാണ് അവള്. കുഴപ്പമൊന്നുമില്ല. പിന്നെ പെട്ടിമുടിയിലേക്ക് തിരിച്ചു പോയിട്ടില്ല. പിന്നെ പെട്ടിമുടിയിൽ ഇപ്പോൾ ഒന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് എല്ലാം പോയി. അവിടെ ഇപ്പം കാട് കയറി കിടക്കുക. ഇടയ്ക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. കൊണ്ടുപോകാൻ പറ്റിയില്ല. അല്ലടി എന്താണ് കുവിയുടെ ഇവിടുത്തെ കൂട്ടുകാർ ഞങ്ങൾ തന്നെയാണ്. പിന്നെ കുവിയുടെ മെയിൻ കൂട്ടുകാരാണ് അർജുനും വീരനും.
തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കുത്തി മറിഞ്ഞ് അമ്മമാരുമായിട്ടാണ് ഭയങ്കര കളി. അല്ലേ കുവി? അല്ലേ? പഴയ സങ്കടമൊക്കെ ഇപ്പോഴും കുവിക്കുണ്ടോ? അത് മഴ വരുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമം അവർക്ക്. അല്ലാത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല.